ഇറാന്റെ സമാധാന നിർദ്ദേശം അമേരിക്ക തള്ളി. അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇറാനും തള്ളി. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രസ്താവിച്ചത് ട്രൂത്ത് സോഷ്യലിൽ വന്നിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, കഴിഞ്ഞ 47 വർഷമായി ഇറാൻ അമേരിക്കയെ കബളിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി എക്സിൽ കുറിച്ചുകൊണ്ട് അതിന് മറുപടി നൽകി. ചതിയും വഞ്ചനയും ഉപരോധവും നടത്തിയത് നിങ്ങളാണ് ഞങ്ങൾക്ക് നേരെ. ഞങ്ങളുടെ സൈനിക കമാൻഡർ കാസിം സുലൈമാനിയെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയതിൻ്റെ ഭീകര ദൃശ്യം ലൈവായ രീതിയിൽ AC റൂമിലിരുന്ന് കണ്ട് ആസ്വദിച്ച വ്യക്തിയുടെ പേരാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത്. അതിനേക്കാൾ കഠിനമായിരിക്കുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടില്ല. ഞങ്ങളുടെയും ലോക ഷിയ വിഭാഗത്തിൻ്റെയും ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത്. ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. നിങ്ങൾ ലോകത്ത് ചെയ്തിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികളും പ്രവർത്തനങ്ങളും അതൊരിക്കലും ലോകത്തിന് മാഞ്ഞു പോകാത്തതാണ്, ലോകത്തിന് മറക്കാൻ സാധിക്കാത്തതാണ്. അതിനുള്ള മറുപടിയായി ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ചർച്ച അവസാനിച്ചതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം പുനരാരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. വലിയ രീതിയിലുള്ള ആക്രമ പരമ്പര തന്നെ ഹോർമുസ് കടലിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറാൻ അമേരിക്കക്കും അമേരിക്ക ഇറാനും നേരെ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ആക്രമിക്കില്ലെന്ന് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം, ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അമേരിക്ക ലോകത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ലോകത്താകമാനം ഇപ്പോൾ പെട്രോളിയത്തിൻ്റെ വില ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം യുദ്ധം അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, യുദ്ധം തുടരുന്നു എന്ന് പറയുന്ന സമയത്ത് കൂടുതലിൻ്റെ നിയന്ത്രണം അതിൻ്റെ പരിധി വിട്ടിരിക്കും. $104-105 ഒരു വീപ്പ എണ്ണയുടെ വില കയറിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പറയുന്ന ഈ കാര്യം ഇങ്ങനെയാണ്, ഘട്ടം ഘട്ടമായ രീതിയിൽ ചർച്ച ഘട്ടം ഘട്ടമായിട്ട് തുടരാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണം. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇനി ആക്രമിക്കില്ലെന്ന് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അത് ഞങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമായിട്ട് ലോകം അംഗീകരിക്കണം. പിന്നെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം രണ്ടാം ഘട്ടം ആലോചിക്കുക. യുദ്ധവിരാമം, ഇനി യുദ്ധം ചെയ്യില്ല എന്നുള്ളത്, ഹോർമുസ് കടലുമായിട്ടുള്ള നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഒരു തീരുമാനമായിട്ട് ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ രാജ്യങ്ങൾ ഇപ്പോൾ വലിയ സുരക്ഷാ ഭീഷണിയിലാണ്. ഏത് തരത്തിലും ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇസ്രായേൽ ഇല്ലാത്ത ലോകത്ത് ഒരു രാജ്യവും അമേരിക്കയെ സഹായിക്കുന്നില്ല എന്നുള്ളത് ഇറാൻ ഇപ്പോൾ പറഞ്ഞു. അതായത് ആകെ അമേരിക്ക സഹായിക്കുന്ന ലോകത്ത് ഇസ്രായേൽ മാത്രമാണ്. ലോകത്ത് 200-ലധികം രാഷ്ട്രങ്ങളുണ്ട്. ഈ രാഷ്ട്രങ്ങളിൽ എൻ്റെ ഒരു രാഷ്ട്രം പോലും അമേരിക്ക എന്ന് പറയുന്ന ഗ്രേറ്റ് ഹീറോ ആയിരിക്കുന്ന രാജ്യത്തെ എന്തുകൊണ്ടാണ് സഹായിക്കാത്തത്? ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി, ആണവശക്തി, ഏത് വിഷയത്തിലും ഇടപെടാനുള്ളത്, ബുദ്ധിപരമായ രീതിയിൽ നീക്കുപോക്ക് നടത്താനുള്ളത്, തന്ത്രപരമായിരിക്കുന്ന കഴിവുകൾ, പിന്നെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ രഹസ്യം ചോർത്താനുള്ള ശക്തിയുള്ള ഇത്രയും വലിയ ബൃഹത്തായിരിക്കുന്ന ഒരു രാജ്യം ലോകത്ത് നിന്ന് നിലനിൽക്കുന്നില്ല. എന്നിട്ടും ആ രാജ്യത്തെ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അനുഭവം കിട്ടണമെന്ന് ആ താല്പര്യപ്രകാരമോ മറ്റു ലോകരാജ്യങ്ങൾ നിങ്ങളെ സഹായിക്കാത്തതും നിങ്ങളോടൊപ്പം നിൽക്കാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല എന്ന് ലോകത്തിൽ തെളിഞ്ഞിരിക്കുന്നു. ഇറാൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. കാര്യം ഇറാൻ വെറുതെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന് നേരെയാണ് നിങ്ങൾ ആക്രമണം നടത്തിയത്. പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ടുള്ള ഈ ആക്രമണത്തൊന്നും ഞങ്ങൾ കൂട്ടു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇറാൻ പറയുന്നത് ഇതാണ്. മുജ്തബ അലി ഖംനായി, ഇറാൻ്റെ ആത്മീയ നേതാവ്, IRGC തലവനുമായി കഴിഞ്ഞ ദിവസം വളരെ പ്രാധാന്യമുള്ള ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിധേയപ്പെടേണ്ട കാര്യമില്ല, കീഴടങ്ങേണ്ട കാര്യമില്ല, പ്രതിരോധിക്കാനും ശത്രുക്കളെ പരാജയപ്പെടുത്താൻ മാത്രം സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ആയുധവും പാരമ്പര്യമായ രീതിയിൽ യുദ്ധം ചെയ്ത പരിചയം നമുക്കുണ്ട്. അത് സാമ്രാജ്യം ഉണ്ടായിരുന്ന കാലത്ത്, പേർഷ്യൻ സാമ്രാജ്യ കാലഘട്ടത്തിൻ്റെ തുടർച്ചയായി തന്നെ നമ്മൾ ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമേരിക്ക പേടിപ്പിക്കുന്ന സമയത്ത് പേടിച്ചു പോവുക, അവർ വരുമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ മുട്ടുവിറക്കുക, അതൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെയൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല.
ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് മേലധികാരികൾക്ക്, അതായത് സർക്കാരിൻ്റെ തലവന്മാരോടോ ആത്മീയ നേതാക്കളോടോ, അതായത് മതപരമായിരിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന വ്യക്തികളോടോ പ്രത്യേകമായ രീതിയിൽ നിങ്ങൾ സമ്മതം ചോദിക്കേണ്ട കാര്യവുമില്ല. ഡയറക്റ്റ് ത്രൂ നിങ്ങൾക്ക് തിരിച്ചടിക്കാവുന്നതാണ്. ഈ തരത്തിലാണ് മുജ്തബ അലി ഖംനായി പറയുന്നത്. അദ്ദേഹം പറയുന്ന സമയത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം കാണുന്നവരെ യുദ്ധം ചെയ്യും എന്ന് തന്നെയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി അവർ പറഞ്ഞു, ഗസയിലും ലെബനാനിലും ആക്രമണം അവസാനിപ്പിക്കണം. കരാർ വ്യവസ്ഥയിൽ അമേരിക്കയോട് പറയപ്പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഇത് തന്നെയാണ്. ഗസയിൽ എന്ന് വെച്ചാൽ പലസ്തീൻ്റെ ഭാഗത്തായിരിക്കുന്ന ഗസയിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിട്ട് 5ഓളം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. ലെബനാൻ്റെ മേൽ ആക്രമണം നടത്തിയിട്ട് 32ഓളം ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ അതികഠിനമായിരിക്കുന്ന ആക്രമണം ഈ മേഖലയിൽ ഈ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവരുടേതായിരിക്കുന്ന താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഈ കൈവരുത്താൻ വേണ്ടിയിട്ട് അമേരിക്കയെ മറയാക്കിയിട്ട് യുദ്ധം ചെയ്യുന്നു. ഇവിടെ മേഖല യുദ്ധം ചെയ്യുന്ന സമയത്ത് അമേരിക്കക്കൊന്നും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വലിയ വിഷയമുണ്ട്. അപ്പോൾ തന്ത്രപരമായ രീതിയിൽ യഥാർത്ഥത്തിൽ അമേരിക്കയെ പൂട്ടിട്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ് ഇറാൻ്റെ ആരോപണം. അമേരിക്കയ്ക്ക് മുൻപിൽ കീഴടങ്ങുക എന്നുള്ളത് വരാൻ പോകുന്ന ചരിത്രപരമായിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിഷയമുണ്ടാക്കും എന്ന് IRGCയുടെ സൈനിക കമാൻഡർ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്ക. അതിന് കൃത്യമായ രീതിയിലാണ് ഇറാൻ മറുപടി പറയുന്നത്. ആണവായുധം ചർച്ച ചെയ്യേണ്ടത് ഇപ്പോഴല്ല, 2ാം ഘട്ടത്തിലാണ്. നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുക, ഹോർമുസിൻ്റെ മേഖലയിൽ നിന്ന് പിന്മാറുക, ഇറാൻ്റെ കപ്പലിനെ ആക്രമിക്കുന്ന പരിപാടി നിർത്തുക, ഭീഷണിപ്പെടുത്തുന്ന അവസാനിപ്പിക്കുക, ചർച്ച ചെയ്യുക. ആ ചർച്ചയ്ക്ക് മധ്യസ്ഥർ വരട്ടെ എന്നൊരു കരാർ വ്യവസ്ഥ പ്രകാരം ഉണ്ടാക്കുക. ഞങ്ങളുടെ ഈ കടലതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട, അത് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾക്ക് അധികാരമൊന്നുമില്ല. നിങ്ങളുടെ കടലതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അധികാരം സ്ഥാപിക്കാൻ വന്നിട്ടില്ല എന്നതുപോലെ തന്നെ പിന്നീടാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വരേണ്ടത് എന്നുള്ളത്. അഥവാ നിലപാട് എന്താണോ ആ നിലപാടിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർക്കത് സാരമായിട്ട് ബാധിക്കും. അമേരിക്കയൊക്കെ പെട്രോളിയത്തിൻ്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ പ്രശ്നം അവിടെ വരുന്നുണ്ട്. ലോക വിപണിയിൽ വലിയ രീതിയിലെ മാന്ദ്യങ്ങൾ ഉണ്ടാകുന്നു. അറേബ്യൻ മേഖലകളിൽ വ്യാവസായിക സാമ്പത്തിക മേഖലയിൽ ഇടിവുണ്ടാകുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. തൊഴിലിടങ്ങളിലൊക്കെ വലിയ വിഷയങ്ങളാണ്. പല കമ്പനികളിലും തൊഴിലില്ല എന്നുള്ള പരാതികളൊക്കെ വരുന്നു. ശമ്പളം കിട്ടുന്നില്ല ഒരു പരാതി വരുന്നു, ശമ്പളം കൊടുക്കാനില്ല എന്നുള്ള പരാതി വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ രീതിയിലുള്ള പരാതിയുടെ പ്രവാഹം ഉണ്ടാകുന്നു. ഇതിനൊക്കെ കാരണക്കാരനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആക്രമിച്ചതാണ്. ഹോർമുസ് കടലെടുക്കുക എന്ന് പറയുന്ന സ്വതന്ത്ര പാതയാണ് എല്ലാ കാലത്തും. അത് UN സഭയിലും ആ കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അത് നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സംസാരിക്കാറില്ല. 100കണക്കിന് കപ്പലുകൾ നിത്യേനം ആ മേഖലയുടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ അവകാശം പറഞ്ഞതും നിയന്ത്രണം ഏറ്റെടുത്തത് എപ്പോഴാണ്? അമേരിക്ക ആക്രമിച്ചതിന് ശേഷം. അമേരിക്ക ആക്രമിച്ച സമയത്ത് ഞങ്ങൾ ആ സമയത്ത് തന്നെ മുന്നറിയിപ്പ് കൊടുത്തു. അറേബ്യൻ രാജ്യങ്ങൾക്ക് ഞങ്ങൾ നൽകിയ മുന്നറിയിപ്പിൻ്റെ കാര്യങ്ങളുടെ കോപ്പികളൊക്കെ പല ഘട്ടത്തിലും പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന മെസൂദ് പെഷഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയും പറയാറുണ്ട്. മുജ്തബ അലി ഖംനായി, അവിടെ ആത്മീയ നേതാവ്, എക്സിൽ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരണക്കുറിപ്പ് ഇടയ്ക്കിടയ്ക്ക് വരാണ്ട് അയാളിപ്പോൾ ഈ ഏത് ഭാഗത്താണെന്ന് ഇപ്പോൾ അതിൻ്റെ കൃത്യമായിരിക്കുന്നത് വേറെയില്ല. കാര്യം അമേരിക്കയുടെ നോട്ടപ്പുള്ളിയായി നിൽക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിൽ വളരെ എളുപ്പത്തിൽ യുദ്ധം അവസാനിക്കുകയല്ല വേണ്ടത്. പ്രശ്നകാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് പ്രശ്നം തീർക്കണം. അതാണ് ഇപ്പോൾ ഈ ലെബനാനുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിഷയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും അത് 2ലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ 2025 ഉണ്ടായ സമയത്ത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം അവസാനിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അത് അവസാനിച്ചു. 2026 രീതികൾക്ക് മാറ്റം വന്നു. ഈ സമയത്ത് അതിൻ്റെ തങ്ങളുടേതായിരിക്കുന്ന നിലപാട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കണം എന്ന് ഇറാന് ബോധ്യപ്പെട്ടു. ഇറാൻ അത് മുന്നോട്ട് വെക്കുകയും ചെയ്തു. നഷ്ടപരിഹാരം പ്രധാനപ്പെട്ടതാണ്. തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച് തങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഹോർമുസ് കടലെടുക്ക് തങ്ങളുടേതാണ്. ചുമത്താനുള്ള അധികാരം ഞങ്ങൾക്കാണ്. അത് തടയാൻ വന്നാൽ നിങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ കൃത്യമാകുന്നുണ്ട്. ഇപ്പോൾ പിന്നീട് അതോടനുബന്ധിച്ചിട്ട് തന്നെയാണ് ലെബനാൻ്റെ വിഷയങ്ങൾ വരുന്നത്. ലെബനാൻ ആക്രമിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഇറാനുമായിട്ടുള്ള സംഘർഷാവസ്ഥയും പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ലെബനാനെയും പാലസ്തീനെയും കക്ഷിയാക്കുന്നത് ഇറാൻ ഇതാദ്യമായിട്ടാണ്. അതോടുകൂടി അമേരിക്ക കുടുങ്ങിപ്പോകുന്നത്. കാര്യം വെച്ചാൽ ലെബനാൻ ആക്രമണം നടത്തിക്കൊണ്ടേ ഇരിക്കണം. അവർക്ക് ഒരുപാട് ഉദ്ദേശ കാര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഇവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇല്ലാതാവണം. എന്നാൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇല്ലാതാവുന്നുണ്ടോ? ഇല്ലാതാവുന്നില്ല. ഇഷ്ടംപോലെ സൈനിക നഷ്ടങ്ങളും ആക്രമണങ്ങളും അവർ ടാങ്കുകൾ നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കണക്കുകൾ തന്നെ പലതരത്തിലും ലോക മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ തരത്തിലും ഈ രീതിയിലുമാണ്
ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകൾ പോകുന്നത്. ഇതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുക എന്ന് പറഞ്ഞാൽ നിലവിൽ വലിയ പ്രയാസമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടെയെങ്കിലും വെച്ചൊന്ന് അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ അതിനുള്ള മാർഗങ്ങളും അതിനുള്ള വഴികളും എന്താണ് എന്ന് ആലോചിച്ചിട്ടാണ് ഒരു തലയും കിട്ടാത്തത്. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളെ വീണ്ടും വീണ്ടും ആക്രമിച്ചിരിക്കുന്ന തരത്തിലൊക്കെ റിപ്പോർട്ട് വരുന്നു. അപ്പോൾ അവരും ആശങ്കയിലാണ്, അവരും പ്രയാസത്തിലാണ്. അമേരിക്കക്ക് ഇത് തങ്ങൾ ആധിപത്യം നൽകിയത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് തങ്ങളുടെ ഭൂപ്രദേശം വിട്ടു നൽകിയത് കൊണ്ടാണ് ഈ ഒരു ദുരാവസ്ഥ തങ്ങൾ അനുഭവിക്കുന്നത് എന്നുകൂടി അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ കുറ്റപ്പെടുത്തി പറയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം അവസാനിക്കണം എന്നുള്ള ശ്രമത്തിന് വേണ്ടിയിട്ട് അമേരിക്ക ഇപ്പോൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട്, രണ്ടാം ഘട്ടത്തിലും എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.